ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ലെഫ്റ്റ് ഓവറായിട്ടുള്ള കറിയുടെ ബാക്കിയില്ല, ചിക്കൻ കറിയുടെ ബാക്കി ഇത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മേക്ക് ഓവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഞാനിത് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലോട്ട് ബാക്കി വന്ന കറിയില്ലേ, അതേ പാത്രത്തിൽ, ഞാൻ മൺപാത്രത്തിലാണ് കേട്ടോ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചിക്കൻ സെപ്പറേറ്റ് വേറെ തന്നെ വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ കറിയില്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇതിലെല്ലാം മസാല പൊടികൾ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പച്ചമുളകും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഞാൻ കറി ഉണ്ടാക്കിയതായിരുന്നു. അതിപ്പോൾ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. എന്നിട്ട് അതിലേക്ക് ആഡാക്കാൻ പോകുന്നത് ഞാൻ മേത്തി ലീവ്സാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു പിടി മേത്തി ലീവ്സ് തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നു. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വറ്റിച്ചിട്ട് എടുക്കാൻ പോകുന്നു കേട്ടോ. നല്ല കുക്കാക്കി തന്നെ എടുക്കുന്നു. പിന്നെ ഇതിൽ ഉപ്പ്, ബാക്കി മുളക് പൊടി എല്ലാം കറക്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഈ മേത്തി ലീവ്സും കൂടി ആഡാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ലോയിൽ വെച്ചിട്ട് നമ്മളൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. എന്നാൽ ആ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ കിട്ടിക്കൊള്ളും. എന്നിട്ട് അതിലോട്ട് ഞാൻ ചിക്കൻ കാണിച്ചിട്ടില്ല, അത് ഗ്രേറ്റ് ആക്കിയതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് ബരിസ്റ്റയാണ് കേട്ടോ, സ്പെഷ്യലായിട്ട് ഉള്ളി ആഡാക്കുന്നത് ബരിസ്റ്റയാണ്. അത് നല്ല ഒരു കായ്പിടി തന്നെ ഞാൻ ആഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ചീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചീസാണ്. അപ്പോൾ ഇത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചീസ് ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കും. നല്ല ചൂടോട് ഉള്ള നമ്മുടെ വറവില്ലേ, മേത്തി ചിക്കൻ വറവ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും കൂടി മിക്സ് ആക്കാം. അപ്പോൾ ഇവിടെ ഫില്ലിങ്ങിലേക്കുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് രാത്രിക്കേക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫില്ലിങ്ങിലേക്കുള്ള മാവും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ രാത്രി എൻ്റെ എല്ലാ നിസ്കാരം മൂത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ കിച്ചണിൽ ചെറുതായിട്ടൊരു മെസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. മെസ്സിങ് അല്ല, എല്ലാം ക്ലീൻ ആക്കിയിട്ട് പാത്രങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാം. എന്നിട്ട് ഇതാ കുഴച്ച് വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മാവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1-1.5 മണിക്കൂറോളം ഞാൻ ഡബിളാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡബിളായിട്ട് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി തടവിയിട്ട് ഇതിൽ നിന്ന് ബൗൾസൊക്കെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഓയിൽ ഡീപ് ഫ്രൈ ആക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ബേക്കാക്കിയിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മസാല റെഡിയാക്കിയിട്ട് ഇങ്ങനെ അതിനായിരുന്നു കേട്ടോ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. കടമി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓപ്പണിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് കാലിയാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് മറച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് മാവിൽ നിന്ന് 4 ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഉരുട്ടിയിട്ട് വീണ്ടും മൂടിയിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് പരത്താൻ പോകുന്നു. എന്നിട്ട് ഈ മസാലയില്ലേ അതിലും ഞാൻ 4 പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അളവിൽ കിട്ടിക്കോളും. അങ്ങനെ ഇത് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുക്കുന്നത്. അത് ഓപ്ഷനല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസായാലും വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് ഇട്ട് കൊടുത്താൽ നല്ല വലിഞ്ഞിട്ട് തന്നെ കിട്ടിക്കോളും. ഇതിപ്പോൾ സ്ലൈസ് ചീസാണ്, അപ്പോൾ ചീസി ആയിട്ട് അത് ഉണ്ടായിക്കോളും. നല്ലൊരു മയോ ടൈപ്പിൽ തന്നെ അത് ഉണ്ടായിക്കോളും. അങ്ങനത്തെ ഫില്ലിങ്ങൊക്കെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് വീണ്ടും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഡീപ് ഫ്രൈ ആക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഇങ്ങനെ പരത്തിയിട്ട് ഫില്ലിങ്ങൊക്കെ ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു തുണി കൊണ്ട് അടച്ചിട്ട്. അങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ 4 എണ്ണവും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു തുണി കൊണ്ട് മൂടി വെക്കാം. ഇതൊരു ഡബിൾ സൈസ് കുറച്ചും കൂടി ഡബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. അതും ഓപ്ഷനല്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രൈ ആക്കാം. ഞാൻ മാത്രം 10 നിമിഷം എനിക്ക് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് വരെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിലാണിതിപ്പോൾ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലും ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ബൗളെടുക്കാം. എന്നിട്ട് ഓയിലിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതിന് വീണ്ടും തുണി കൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഡ്രൈ ആയിക്കോളും. ഇതിപ്പോൾ ഞാനിങ്ങനെ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തതില്ലേ, നമുക്കൊരു
ചെറുതാക്കിയിട്ട് ഞാൻ എൻ്റെ ചെറിയ മോൾക്കാണ് കുറച്ച് ഫില്ലിങ്ങൊക്കെ ഇട്ടിട്ട് കുറേ ചീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് വേണ്ടതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല ഓയിൽ, ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടിക്കോളും. പിന്നെ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടുകൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ എല്ലാ ഭാഗത്തും ഒരേ കളറായിട്ട് നമുക്ക് കിട്ടിക്കോളും, ഒരു ബന്നിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ കളർ അങ്ങോട്ട് മാറിപ്പോകുന്നില്ല. അങ്ങനെ ഇതെല്ലാം ഇവിടെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിൽ തന്നെ ഒരു ചൂടോടെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ടാക്കിയത്, പക്ഷെ തൊടാൻ പറ്റുന്നില്ല, നല്ല പൊള്ളുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കുന്നതാ. അപ്പോൾ ചീസി ആയിട്ട് നല്ല മീത്തി ലീവ്സിൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ബൺ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീട്ടിൽ തന്നെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കറി നമുക്ക് ചിക്കനൊക്കെ മാറ്റി വെച്ച് അങ്ങനെ കുറച്ച് കറി ബാക്കി വന്നാൽ നമ്മൾ അത് മുഴുവനായിട്ടും അങ്ങ് കാലിയാക്കില്ല, അതെന്തായാലും കുറച്ച് കളയാൻ പോവും. അപ്പോൾ കളയാതെ അതിലേക്ക് കുറച്ച് ആഡ് ആക്കിയിട്ട് നമുക്കിങ്ങനെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം.